ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പ്രതിരോധ നിര ശക്തമാക്കാൻ ചർച്ചകൾ ആരംഭിച്ച കേരള ബ്ലാസ്റ്റേഴ്സ്. മുൻ വിദേശ സൂപ്പർ താരം, മുൻ നായകൻ എന്നിവരുമായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചർച്ചകൾ നടത്തിയെന്നാണ് സൂചന. മികച്ച ഇന്ത്യൻ താരങ്ങളെയും ടീമിലെത്തിക്കും. സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ദയനീയ പ്രകടനത്തിന് പ്രധാന കാരണം പ്രതിരോധ നിരയിലെ പാളിച്ചകളായിരുന്നു. സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ വഴങ്ങിയ ടീമുകളിലൊന്നും ബ്ലാസ്റ്റേഴ്സാണ്. 13 കളികളിൽ നിന്നും 24 ഗോളുകളാണ് ടീം വഴങ്ങിയത്. ഇതോടെയാണ് പ്രതിരോധ നിര അടിമുടി അഴിച്ചുപണിയാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചത്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച പ്രതിരോധ നിര താരങ്ങളെ എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത്. അതിനായുള്ള ചർച്ചകളും മാനേജ്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. മുൻ പ്രതിരോധ നിര താരം മാർക്കോ ലെസ്കോവിച്ച്, മുൻ നായകൻ സന്ദേശ് ജിങ്കൻ അടക്കമുള്ള താരങ്ങളുമായി ചർച്ചകൾ നടത്തിയെന്നാണ് സൂചന. ബ്ലാസ്റ്റേഴ്സ് വിട്ട് ക്രൊയേഷ്യൻ ക്ലബ്ബായ സ്ലാവൻ വെലിപ്പോയിലെത്തിയ ലെസ്കോയ്ക്ക് കാര്യമായ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇതാണ് തിരികെ വരുന്നതിനെക്കുറിച്ച് താരത്തെ ചിന്തിപ്പിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ സന്ദേശ് ജിങ്കനെയും ടീം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ ഗോവയുടെ നായകനായ താരം മികച്ച ഫോമിലാണ്. എന്നാൽ ആരാധകനും ജിങ്കനുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ താരത്തെ ടീമിലെത്തിക്കുന്നതിൽ പ്രതികൂല ഘടകമാകും. 2026 വരെ ഗോവയിൽ കോൺട്രാക്ട് ശേഷിക്കുന്ന താരത്തെ വിട്ടുകൊടുക്കാൻ ഗോവയും തയ്യാറായിക്കില്ല. കഴിഞ്ഞ കുറേയേറെ നാളുകളായി വലത് വിംഗ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരുന്നില്ല. ഈ പ്രശ്നത്തിനും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീം പരിഹാരം കാണും. പുതിയതായി എത്തുന്ന പരിശീലകനുമായി ചർച്ചകൾ നടത്തിയ ശേഷമാകും പുതിയ സൈനിങ്ങുകളുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കുക. നിതിൻ സേവ്യർ, മീഡിയ 1, കൊച്ചി.